ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല, സ്ട്രൈക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ അസൈൻമെൻറ്റ്സ് ഒക്കെ വെക്കേണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എഴുതാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാവിലെ വന്ന് സ്ട്രൈക്ക് വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് അസൈൻമെൻ്റ് ഒക്കെ എഴുതി. ഇനി നമ്മുടെ കലാപരിപാടി ഫുഡ് അടിക്കലാണ്. സോ ഞാൻ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിയിരുന്നറിയോ. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിന്ന സമയത്ത് സ്റ്റെപ്പ് കയറി എൻ്റെ മിസ്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. മിസ്സ് വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ മിസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി മിസ്സ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ മിസ്സും എൻ്റെ ഒരു സബ്സ്ക്രൈബറായി ഗൈസ്. ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കോളേജിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ നിന്നും അന്നദാനം കഴിക്കാൻ പോവാണ് കേട്ടോ. എന്താ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് അന്നദാനം കിട്ടിയില്ലെങ്കിൽ അർച്ചനയുടെ ചെലവായിരിക്കും കൂടെ കമന്റ് ഇടും ഞങ്ങള്. വീഡിയോ ആണ് എനിക്കൊരു കോണ്ടന്റ് ആയിരുന്നല്ലോ, ഒന്ന് വീഡിയോ കാണിക്കും. ഈ കേളി ഹെയർ നമ്മുടെ ഇടുക്കിയിലെ മിടുക്കിയ സമീനാണ് കേട്ടോ. ഈ വ്ളോഗിന് എന്ത് തമ്മിൽ ഉണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. അപ്പോൾ ഇവന്മാർ പറഞ്ഞത് സമീനിൻ്റെ തലയിൽ പൂ വെച്ച് കൊടുത്തതാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് തമ്മിലാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വെറും ചളികളൊക്കെ അടിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോയത്. ഫുഡ് കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ല. നമ്മൾ ഒരു ഉറപ്പും ഇല്ലാണ്ടാണ് ഇത്രയും നടന്നു പോകുന്നത്. എന്താവുന്ന ദൈവത്തിന്. ഗൈസ്, നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തി നല്ല കൊട്ടും ബഹളവും പാട്ടൊക്കെ കേൾക്കുന്ന. അതിന്റെ അർത്ഥം അവിടെ അന്നദാനം ഉണ്ടോന്നാണ് കേട്ടോ. അന്നദാനം ഉണ്ടോ? ശരിക്കും ഇല്ല. പായസം കിട്ടുമോ? അത് കിട്ടും. നീ പോയിട്ടോ. പായസം കിട്ടും. നമ്മൾ പായസം കുടിക്കാൻ പോവാണ് അമ്പലത്തില്. അന്നദാനമില്ല, പായസം പൊങ്കാലയാണല്ലോ. അപ്പം എന്തായാലും ഭക്തജനങ്ങൾ പൊങ്കാല ഇടുമല്ലോ. അപ്പം അവരുടെ നമുക്ക് ചോദിക്കാം. ഭക്തജനങ്ങൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഏതെങ്കിലും ആൾക്കാർ കാണുമല്ലോ നമ്മുടെ ഈ രൂപവും ഭാവമൊക്കെ കണ്ടിട്ട് ചിലപ്പോ സിമ്പൽ തോന്നി തന്നാലോ പായസം. എന്റെ ദൈവമേ, ഭയങ്കര വെയില. ഞാൻ അതിശോക്തി പറയുന്നൊന്നും അല്ല കേട്ടോ. ആ സെറ്റ് സാരി എടുത്ത ചേച്ചിമാരെയും അവരുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണം കണ്ടപ്പോൾ എൻ്റെ പകുതി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വിചാരിച്ചത്ര വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു, മോളെ ഇത് ആർക്കും അയച്ചു കൊടുക്കല്ലേ, നമ്മൾ പൊങ്കാലിടുന്നവർക്ക് മാത്രമേ അന്നദാനം കൊടുക്കുന്നുള്ളൂ, എല്ലാവരും കൂടി വന്നാൽ ഭക്ഷണം തികയൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. കുറേ സീറ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ജൂനിയർ ആണ് കേട്ടോ. ബാക്കി രണ്ടുപേരും എൻ്റെ ക്ലാസ്സിലുള്ളവരാ. ഇവർ മൂന്നൊരു സെയിം ഹോസ്റ്റലാണ് കേട്ടോ. ഇവരുടെ മെസ് ആൻഡ് തന്നെയാണ് ഇവർ അന്നദാനം കഴിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. ആൻറ്റീൻ്റെ ഫുഡിൻ്റെ മഹിമ കൊണ്ടാണോ അത് പിള്ളേർക്ക് പുണ്യം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണോ എന്നറിയില്ല. എവിടെ അന്നദാനം ഉണ്ടോ അവിടോട്ട് നമ്മുടെ മെസ്സാൻഡ് ഇവരെ പറഞ്ഞു വിടാറുണ്ട്. ഇപ്പം ഇവിടെ റീക്രിയേറ്റ് ചെയ്തത് ഞാൻ പ്രകാശിൻ്റെ സീനാണ് കേട്ടോ. ഇത്രയും നേരം ചളിയൊക്കെ പറഞ്ഞിരുന്നവർ ഞാൻ ക്യാമറ ഒക്കെ ഓൺ ആക്കിയപ്പോഴത്തേക്ക് എന്താ ഡീസൻസി. നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ സീറ്റിലെ 2 അന്തേവാസികളെ കണ്ടു കേട്ടോ. ഇവരെ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ കമൻറ്റ് ഔട്ട്. ഇവർ പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ വീഡിയോ എടുത്ത കാര്യം. മേജർ ടാസ്ക് എന്ന് പറയുന്നത് വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. അതാണ് ഏറ്റവും. നേരത്തെ വിശപ്പിന്റെ ആ ഒരു ഓട്ടപ്പാച്ചില് നമ്മൾ നേരത്തെ എത്തി. ഇതിന് എങ്ങനെ തിരിച്ചു പോകാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പം ഈ വ്ളോഗ് ഇതോടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.